നമുക്ക് ഒരു വ്ളോഗ് ചെയ്യാം. വീടിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാനുള്ള. മരുഭൂമിയൊക്കെ ഒന്ന് കാണാനുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ പോയിട്ട് നമുക്ക് മരുഭൂമിയിലൊക്കെ എന്തൊക്കെയുണ്ട് അതൊക്കെ പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം. പോകണ വഴിക്കൊക്കെ വീഡിയോ എടുക്കാം. എനിക്കതങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇതാ റെഡി ആവുന്നുണ്ടെന്ന് വലിച്ചോണ്ട് പോവാണെന്ന് റെഡി ആവാൻ. ഞങ്ങൾ ഇൻഷാല്ല ഞങ്ങൾ വീഡിയോ എടുക്കാം. മോളുണ്ട്, ഞങ്ങളുണ്ട് പോയിട്ട് നോക്കാം. ഇതാ നമ്മളിതാ ഇവിടെ ഇതാ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഇങ്ങനെ എനിക്ക് വണ്ടി ഓടിക്കുന്നുണ്ട്, നമ്മൾ ബാക്കിലുണ്ട്, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണത്. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്കൊന്ന് പോയി നോക്കട്ടെ. ഞങ്ങൾ വന്നിട്ട് അങ്ങനെ കറങ്ങാനായിട്ട് പോയിട്ടില്ല. കാക്ക് ഡ്യൂട്ടിയുള്ള കാരണം കൊണ്ട് പോകാനായിട്ടില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ, ഇപ്പോൾ രാത്രി അണിഞ്ഞ് ഡ്യൂട്ടി. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ മരുഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാവും. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കിയതിൻ്റെ ശേഷം ഇവിടെ ആടിനെ, ഒട്ടകം അതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ കാണാൻ ഉച്ചന്റെ സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ. മരുഭൂമിയിൽ ആദ്യമായിട്ടാണ് പച്ച പിടിച്ച് കിടക്കുന്നത്. കാരണം ഇവിടെ മഴ ആയ കാരണം കൊണ്ട് ഇത്രയും പച്ചപ്പ് ഞങ്ങളിവിടെ വന്ന സമയത്തൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മളെ നാട് പോലെ തന്നെ ഗൾഫിലുമായി. ഇങ്ങനെ മഴ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട് പോലെ ആവുന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ എല്ലാ സ്ഥലത്തും ഞങ്ങളെ വീടിന്റെ അടുത്താണ് ഷെയ്ഖിന്റെ വീട്. ഷെയ്ഖ് ഷാവുദ്ദീന്റെ വീട് ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്താണ്. അവരെ വീട്ടിലേക്ക് പോണ ഭാഗങ്ങളാണ്. അപ്പൊ നമ്മളിതാ മരുഭൂമിയിൽക്കൊന്നിങ്ങനെ കയറി നോക്കട്ടെ ഇവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ ഒന്ന് കാണണം. ഇപ്പൊ ഇതൊന്നും കാണാനുണ്ടാന്ന് അറിയില്ല. അപ്പൊ ഞങ്ങളിതാ ഇവിടെ മരുഭൂമിയിലൊന്ന് ഇറങ്ങി. ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ഒന്ന് പോയി നോക്കട്ടെ, എന്തെങ്കിലും കാണാനുള്ള കാര്യങ്ങളുണ്ടാവും ഇവിടെ. ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് നടന്നുകൂടെ, അവിടെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാവും. മോളവിടെയൊക്കെ നടക്കുന്നുണ്ട് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആട്, ഒട്ടകത്തിനൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ഒന്ന് പോയി നോക്കട്ടെ എന്ത് രസമാണെന്നറിയാം ഇവിടെ. ഞാനും മോളും കൂടെ ചില ഇടയ്ക്ക് ഇങ്ങോട്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് മോളായിട്ട് വരും. ഞങ്ങളെ വീട് ഇതിൻ്റെ അടുത്താണ്. വേണ്ട ഈ കാറിനെക്കാട് ഞാൻ പറഞ്ഞ് കാർ ഇങ്ങോട്ട് കയറ്റിയിടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ടയർ പോന്നു പോയിട്ടുണ്ട്, പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് അറിയണം. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ മേലൊക്കെ ഒന്ന് കയറി നോക്കട്ടെ. അങ്ങനെ മോളിതാ അതിൻ്റെ മേലേക്ക് കയറി പോണ്. ഞങ്ങളിതാ കയറാൻ നോക്കുന്നത്, പക്ഷേ ഇവിടുത്തെ നമ്മൾക്ക് കയറാൻ പറ്റണില്ല. അവളിൻ്റെ കൈ പിടിച്ചിരിക്കണം.
നല്ല രസമുണ്ട് ഇവിടെ, നല്ല സീനറിയാണ് ഇവിടെ. അമ്പോ, ഇത് റാസൽ ഗെയിമിലെ ഇതിയാണല്ലേ നമ്മളെ സ്ഥലം. ദെയ്ത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾക്ക് കയറിയിട്ട് ആവണില്ല, എൻ്റെ മോള് ചുരുക്കണുണ്ട് കയറിയിട്ട്. അമ്പോ ഇടിയോ എൽക്കാക്ക, ഞങ്ങളങ്ങനെ കയറുകയാണ്. അല്ല അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മേലെ കയറി, എങ്ങനെയോ കയറി. ഇക്ക താഴത്തുണ്ട്, ഞങ്ങളെ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ വലിയ ഒരു കുന്നിൻ്റെ മേലെ കയറി. അങ്ങോട്ട് വേണ്ട, ഭയങ്കര രസമാണ് ഇവിടെ. കുറേ ദിവസമായിരിക്കും ഞാൻ ഇതിനെ പോകുമ്പോൾ പറയിക്കാനോട് നമുക്കിവിടെ വന്നിട്ടൊന്ന് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, ഒരു വ്ളോഗ് ചെയ്യണമെന്ന്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴേ ഭയങ്കര കിതച്ചു പോയി. പക്ഷെ നല്ല രസമുള്ള സ്ഥലമാണ്, നല്ല തണുപ്പാണ് ഇവിടെ. എവിടെയൊക്കെ ഇവിടെ ചൂടാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്. മരുഭൂമി ആയ കാരണേ നല്ല തണുപ്പാണ്. അൽഹംദുലില്ലാ നല്ല രസമുള്ള സ്ഥലമാണ്. അങ്ങനെ ഇക്ക മെല്ലേനെ പിടിച്ച് കയറുന്നുണ്ട്. മെല്ലെ മെല്ലെ കയറുന്നുണ്ട്. പക്ഷെ അടിപൊളി സ്ഥലമാണ് ഇവിടെ. ഉപ്പയും മോളും കൂടെ അങ്ങനെ കയറി വന്ന്. എന്തൊരു കാറ്റാണെന്ന് അറിയാം, എന്ത് നല്ല തണുപ്പാണ്. ഇവിടൊക്കെ പച്ചപ്പുണ്ട്. ഇതാ ആടല്ലേ ഇൽക്കാക്കത അവിടെ ആട്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മേലെത്തി. ഇനി ഇതാ മരുഭൂമിയിലെ ആടിനെ വളർത്തണ എന്നിട്ട് ഞങ്ങളെത്തി. നല്ല ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട്. കാരണം മണ്ണ് കുഴഞ്ഞിട്ട് ഞങ്ങളിവിടെ എത്തി. ഞങ്ങളിവിടെ ആടിൻ്റെ ഇവിടെ ഒന്ന് പോയി നോക്കട്ടെ. ആടിനെ വളർത്തണ സ്ഥലത്തേക്ക് എത്തി. ഇവിടെ എത്തി. അപ്പുറത്ത് റോഡാണ്. ആടിനെ വളർത്തണേ അടുത്തേക്ക് എത്തി. അവിടെ ഇൽക്കാക്ക നായ ഉണ്ടല്ലോ അവിടെ. ഇതേ നായ ഉണ്ട് അവിടെ. ഞങ്ങളിത് അവിടുത്തെ കോഴിയുണ്ട് അല്ലേ, കോഴികളൊക്കെ ഉണ്ടല്ലോ അവിടെ. എന്താ ഇൽക്കാക്ക അവരോട് ചോദിച്ചിട്ട് പോവാ. എനിക്ക് പറയുന്നുണ്ട് കുഴപ്പമില്ല, പക്ഷെ അപ്പോൾ ഇങ്ങോട്ട് അലൗഡാണോ എന്ന് അറിഞ്ഞൂടെ, നമ്മളിങ്ങോട്ട് വീഡിയോ എടുക്കുന്നത്. അത് ആടുകളൊക്കെ കരയുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് അപ്പുറത്ത് പോയി നോക്കാം. ഞാൻ ചോദിക്കുന്നുണ്ട് ഇക്കാനോട് എവിടെ പാമ്പ് ഉണ്ടാവുമെന്ന്. ഒക്കെ പറയുന്നുണ്ട് ഷൂ ഇട്ടിരുന്നു, പിന്നെ എന്നെ പാമ്പൊന്നും കടിക്കൂലെന്ന്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പിന്നെ ഇങ്ങനെ ഇറങ്ങി പോവാണ്. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങില്ല, ഞങ്ങളെ ബാക്കിൽ നിന്ന് ഓടിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തി. ഇവിടുത്തെ പുല്ലൊക്കെ കണ്ടില്ലേ, നമ്മളെ നാട് പോലെ തന്നെ ആയി. ഇവിടെ മഴ പെയ്തതിൻ്റെ ശേഷം ഇങ്ങനെ ആയി. അങ്ങനെ നല്ല അടിപൊളി ഒരു സീനറി. അങ്ങനെ വാ, കയറുമോളെ വാ.
അങ്ങനെ എൻ്റെ മോൾക്ക് കാല് കടയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ വന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട്. അവൾക്ക് കാല് കടയുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ കുന്നിൻ്റെ മേലെ അങ്ങോട്ട് കയറി. ഇനി ഇവിടെയൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. എനിക്കാക്ക വണ്ടി എടുക്കുന്ന സ്ഥലം അറിയണം കേട്ടാ. നമ്മൾ വന്ന വഴിയൊന്നും മനസ്സിലാവില്ല. അത്രയ്ക്ക് ഞങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറിപ്പോന്നു. കയറാൻ വയ്യാതായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം. വാ ഇതിനെ പോയി ഇതിയല്ലേ രസം. അതാ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങണം. കണ്ടോ മരുഭൂമിയിലെ വീട് കണ്ടോ? ഒരു വണ്ടി നിനക്ക് നിൽക്കാൻ പോവല്ലേ? ആ നിനക്ക് ഞാൻ ഒറ്റക്ക് വരട്ടെ. ഞങ്ങളിതാ എത്തി. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ കുന്ന് കയറി. ഇനി ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങണം. ഇറങ്ങാം. ഡ്രസ്സൊക്കെ കച്ചറാവും. അറിയണ്ടേ ഇവിടെ ഇരുന്നിട്ട് ഉരുണ്ടിറങ്ങാൻ വേണ്ടിട്ട്. നമ്മള് കയറിയതോ? നമ്മളിറങ്ങാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാം അവിടുന്ന്. ഇതാ എൻ്റെ മോളിതാ നല്ല കൂളായിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ ഞങ്ങളിതാ ഡെസർട്ടിൽ ഇറങ്ങി. ഞങ്ങളിതാ ഇവിടെ എത്തി. ഇനിയിപ്പോൾ അടുത്തത് എവിടെയാന്ന് നോക്കട്ടെ. ഇതാ ഇവിടുത്തെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് സ്കൂളുകളുണ്ട്. ഇവിടെ വെട്ട് സ്കൂളാണ്. ഇതാ അങ്ങനെ രാത്രിയായിട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഫാസിൽ ഗെയിമിലത്തെ സൂര്യൻ. ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറി. ഇനി ഞങ്ങളെ ഇനി ഒന്നും കൂടെ പോയി നോക്കട്ടെ ഇനി എന്തൊക്കെയുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളിവിടെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഇവിടെ എത്തി. ഞങ്ങളൊരു ജ്യൂസ് കുടിക്കണം. കുറേ നടന്ന് ഞങ്ങൾ ക്ഷീണമായേ. ഞങ്ങൾ ജ്യൂസ് ഒന്ന് കുടിക്കണം. അപ്പം കാറിനിപ്പടിയും കൂടെ ഒന്ന് പോയിട്ട് നമുക്ക് വരാൻ നേരം. നമ്മളെ സൂര്യാസ്തമയം അവിടുത്തെ ഞങ്ങളടുത്തുള്ളൊരു സ്കൂളാണ്. ഇവിടെ എല്ലാവരും പഠിക്കുന്നു. നല്ല മഞ്ഞുണ്ട്. അബുദാബി ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ. നമ്മളെ ഈ പ്രാവശ്യത്തെ മഴയാണ് നമ്മളവിടെ ഒക്കെ ഇങ്ങനെ കാടുണ്ടാക്കിയത്. അപ്പൊ ഞങ്ങൾ തിരിച്ച് പോവാണ്. ഞങ്ങൾക്ക് തണുത്ത എന്തെങ്കിലും കുടിക്കണം. അപ്പൊ ഇവിടെ ഒക്കെ ഒന്നൊക്കെ ചുറ്റിക്കറങ്ങി. ശനി ഞായറിക്കാർക്ക് ഓഫുള്ളൂ. അപ്പോഴേ ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ. ഞങ്ങളൊന്ന് പുറത്തേക്ക് വന്ന് ഒരു സുഖം, വീട്ടിലിരുന്ന സുഖം പുറത്ത് വന്നപ്പോൾ തീർന്നു. എന്താ ഞങ്ങളിവിടെ ഷോപ്പിലേക്ക് കയറണം. ഇവിടെ
റൗണ്ട് പോട്ടെത്തി ഇവിടെ. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ജ്യൂസ് കുടിക്കണം. അങ്ങനെ ഞങ്ങളിതാ ഇവിടെയാണ് ഞങ്ങള് വൈകിട്ട് വന്നിട്ട് ഫുട്ബോൾ കളിക്കാൻ വരുന്ന സ്ഥലം. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് കളിക്കലും. ഉമ്മയും മോളും കൂടെ അവിടെ വന്ന് കളിക്കും. ഞങ്ങൾ ഇവിടുത്തെ കടയിൽ വരും, ഞാനും മോളും കൂടെ വരും. ഇവിടുന്ന് ഷോപ്പിന് എന്തെങ്കിലും സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങും. അങ്ങനെ ഞങ്ങളിതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഷോപ്പിലേക്ക് എത്തി. ഇതാണ് ഞങ്ങൾ പോണേ, ഉമ്മയും മോളും പോണേ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഷോപ്പ്. മെട്രോ സൂപ്പർ മാർക്കറ്റ്. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിയിട്ട് അങ്ങനെ ഞാൻ ഐസ്ക്രീം വാങ്ങി, ലെവനപ്പ് വാങ്ങി, മോള് അവളും വാങ്ങി. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കണം. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഞങ്ങൾ വന്ന് കളിക്കുന്ന സ്ഥലം അതാ. ഇതാ കുട്ടികളുണ്ട് അവിടെ, കളിക്കുന്ന കുട്ടികളുണ്ട്. ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങള് വീടെത്തി. ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തല്ല, ഞങ്ങളുടെ അർബാബിന്റെ വീടാണ്. അപ്പൊ നമ്മള് വീട് തന്നെയല്ലേ. ഇതാണ് ഞങ്ങളുടെ അർബാബിന്റെ വീട്. ഞങ്ങളെ വീടിന്റെ ബാക്കിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ കയറി വന്നു. ഇതാണ് ഞങ്ങളെ വീട്. ഇതാണ് ഞങ്ങളെ വീട്. ഇൻഷാല്ലാ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. കാക്ക ഒരു സലാം പറ. അസ്സലാമു അലൈക്കും മോളെ പറ നമ്മള് പോയി വന്ന്.